കഴിഞ്ഞ ഒരു 2-3 ദിവസം വേളാങ്കണ്ണി പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു അവസരം കിട്ടിയായിരുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ സാധാരണ പോകാറുണ്ട്. അത് വേളാങ്കണ്ണിയിൽ മാത്രമല്ല, കൃപാസനത്തിൽ പോകാറുണ്ട്. പിന്നെ തൂത്തുക്കുടി മാതാവിൻ്റെ പള്ളിയുണ്ട്, മാതാവ് പ്രത്യക്ഷപ്പെട്ട. അങ്ങനെ പല പള്ളികളിലും പോകാറുണ്ട്, ഒരിടത്ത് മാത്രമല്ല. അപ്പോൾ മാതാവിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പലപ്പോഴായിട്ട് ആളുകൾ ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഈ എല്ലാ സ്ഥലങ്ങളിലും പോകുന്നത്? മാതാവ് എല്ലായിടത്തും ഒരുപോലെയല്ലേ? ഇടവ പള്ളി പോയ പോലെ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം പോയ പോലെ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നീ കേൾക്കാറില്ല? ഞാൻ പറഞ്ഞുണ്ട്. അപ്പം പെട്ടെന്ന് പുള്ളിക്കാരി പറഞ്ഞു, അത് കുറേ സിറ്റുവേഷൻസ് കാണിച്ചു തരാണ് മാതാവിൻ്റെ ലൈഫിൽ. ഒന്ന്, കാനായിലെ കല്യാണ വീട്ടിൽ മാതാവിൻ്റെ ഒരു പ്രസൻസ് അത് കാണിച്ചു തരുന്നു. 2, മാതാവ് ഈശോയോടൊപ്പം ഉള്ള വീട്ടിലെ കാര്യങ്ങൾ, ആ ഭവനത്തിലെ കാര്യങ്ങൾ. 3, പറഞ്ഞ പോലെ ശിഷ്യന്മാരുമായിട്ട് പെന്തക്കോസ്താലിരിക്കുന്നു. 4, ഈശോയുടെ കുരിശിൻ്റെ താഴെ നിൽക്കുന്നു. 5, മാതാവ് സ്വർഗാരോഹണം, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അപ്പോൾ ഈ സിറ്റുവേഷൻസ് എല്ലാം കാണിച്ചിട്ട് പറയാണ്, ഇവിടെ എല്ലായിടത്തും പറഞ്ഞ പോലെ പല സിറ്റുവേഷൻസാണ്. അതിലെല്ലാം ഒരേപോലെ അല്ല പ്രസൻസും ഫീലിങ്സും അഭിഷേകവും. പലതും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് എലിസബത്തിനെ കാണാൻ പോകുന്ന ആരെങ്കിലും എല്ലായിടത്തും ഒരേ ആൾ തന്നെയാണ്, പക്ഷെ പല സിറ്റുവേഷൻസാണ്. അപ്പം അതുപോലെ ഓരോ പള്ളിയിലും ചെല്ലുമ്പോഴും ഓരോ അനുഭവങ്ങളാണ്. കാനായിൽ അമ്മ നിന്ന പോലെ അല്ല കുരിശിൻ്റെ കീഴിൽ നിന്നത്. അതുപോലെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു അനുഭവങ്ങളും പ്രസൻസും അഭിഷേകവും. ചിലയിടത്ത് പോകുമ്പോൾ നമ്മൾ ഭയങ്കര ആളും തിരക്കും ബഹളവും ഒരാഘോഷം പോലെയാണ്. എന്നാൽ ചിലയിടത്ത് പോകുമ്പോൾ ഭയങ്കര സൈലൻ്റാണ് ചില പള്ളികളിൽ പോകുമ്പോൾ. അപ്പോൾ ഓരോരുത്തും സാന്നിധ്യം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അഭിഷേകം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, പ്രസൻസ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ഒരേ ആൾ തന്നെയാണ്, പക്ഷെ എല്ലായിടത്തും വ്യത്യാസമുണ്ട്.